ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ 66 ഏതായാലും അത് ഇന്ത്യക്ക് പോലും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റോഡ് ആ രീതിയിലായി. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിടത്തോളം എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. കാരണം അടുത്ത 2026 ഏപ്രിൽ മാസം മുമ്പ് ഇത് തീർക്കണം. അതാണ് ആവശ്യം. ഉദ്ഘാടനമാണല്ലോ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ളത്. അല്ലാതെ ഇത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല. ഉടനെ അത് ഏതായാലും ശരി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അത് റോഡ് പണിയുന്നത്. അതിന് മെയിൻ കോൺട്രാക്ടർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇറങ്ങിച്ച് മെയിനായിട്ടുള്ളത് മേഘ കൺസ്ട്രക്ഷൻസിനാണ്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിക്കാണ്. പിന്നെ ബാക്കി മലപ്പുറത്തൊക്കെ ഉള്ളത് വേറെ ഒരു കോൺട്രാക്ടേഴ്സിനൊക്കെയാണ്. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കോൺട്രാക്ടർക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. വലിയ കോൺട്രാക്ടിങ് കമ്പനിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ പറയുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതുപോലെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് പൊതുമരാമത്ത് വകുപ്പിനെ സംരക്ഷിച്ചേ പറ്റുമല്ലോ. അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഈ മരുമകനെ സംരക്ഷിക്കുക എന്നുള്ളത് ഫാദറില്ല, അതായത് അമ്മായി അച്ഛൻ്റെ ഒരു കടമയാണ്, ബാധ്യതയാണ്. അത് ചെയ്യാതിരിക്കും. അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അത് വീട്ടുകാര്യത്തിലായിരിക്കണം, നാട്ടിലെ കാര്യത്തിലാവരുത്. അത് മാത്രമേ ഉള്ളൂ നമുക്കത് ഈ തർക്കമുള്ള കാര്യം. അല്ലാതെ ബാക്കിയുള്ള കാര്യത്തിൽ സംരക്ഷണമൊക്കെ വേണം, ഒന്നും വേണ്ടായിരിക്കത്തില്ല. അപ്പം ഇന്നലെ മുഖ്യമന്ത്രി പുത്തരിക്കണ്ടം മൈതാനത്ത് ഇന്നലെ പറഞ്ഞത് 4ാം വാർഷികത്തിൻ്റെ സമാപനമായിരുന്നല്ലോ. അത് പറഞ്ഞത് എന്താണെന്നറിയോ പറഞ്ഞേ? അതായത് ഇത് പൊതുമരാമത്ത് വകുപ്പിന് ഇത് ഒരു കാര്യമില്ല, ഞങ്ങൾ സ്ഥലം എടുത്തു കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ എടുത്തു കൊടുത്തു. ഇതാണ് ഇപ്പോൾ. എന്നാൽ നേരത്തെ ഈ മരുമകൻ മന്ത്രി പറഞ്ഞ വാചകങ്ങൾ കൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ അതുണ്ട് റെക്കോർഡ് ചെയ്തത്. അതിലെ പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ: ആഴ്ചതോറും ഞങ്ങൾ വിലയിരുത്തി കേട്ടോ, ആഴ്ചതോറും സന്ദർശിച്ചു, വിലയിരുത്തി. അതായത് ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ചേർന്ന് ഒരൊറ്റ ടീമായിട്ട് ഞങ്ങൾ പോയി ഇതിൻ്റെ ഇവാലുവേഷൻ എല്ലാം നടത്തി. ഇവാലുവേഷൻ നടത്തിയാണ് ഇപ്പോൾ തോട്ടി കിടക്കുന്നത് റോഡ് കേട്ടോ. ഇവാലുവേഷൻ നടത്തി ഇപ്പം എന്തുവായെന്ന് ഉള്ളതറിയാം. എന്തുവായിരുന്നു ഇവാലുവേഷൻ? പണിയങ്ങ് തീർക്കണം, എന്നിട്ട് അവിടെ പോയി റീലെടുക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഇപ്പം ഈ ടാറൊക്കെ ഒലിച്ച് കണ്ടവൻ്റെയൊക്കെ പുരയിടത്തിൽ പോയി കിടക്കുക വീട്ടിനകത്തും. അതാണ് ഇപ്പോൾ നടക്കുന്നേക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവർക്ക്, അതായത് പൊതുമരാമത്ത് വകുപ്പിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു കാര്യമില്ല. ഞങ്ങളല്ല നോക്കിയത് പണി. അങ്ങനെ ആണെങ്കിൽ എന്തിനാ ഈ മരുമകൻ പോയി ഒരു ടീമായിട്ട് പോയി വർക്ക് ചെയ്ത്? അതുപോലെ നമ്മുടെ അദ്ദേഹം പറയുന്നതാണ്, നമ്മുടെ മുഖ്യമന്ത്രി ഒരു എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഇതിൻ്റെ സൂപ്പർവിഷൻ നടത്തിയെന്ന്. അല്ല, ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിൻ്റെ മാത്രം ഉത്തരവാദിത്വം ഉള്ളതെന്നുണ്ടെങ്കിലേ നിങ്ങളൊക്കെ എന്തിനാ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പോയേ? എനിക്ക് മനസ്സിലായില്ല. അതേപോലെ ജില്ലകൾ തോറും ഞാൻ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിൽ ഇങ്ങനെ ജില്ലകൾ ചാടിക്കൊണ്ടിരുന്നല്ലോ. എന്തിന് ചാടി ഈ ജില്ലകൾ? കാരണം ഇത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജില്ലകൾ തോറും ഇങ്ങനെ പോയി ഇത് നോക്കേണ്ട കാര്യം എന്താണ്? പരസ്യം കൊടുക്കാനല്ലേ? 15.63 കോടി രൂപയാണ് ഈ പാവപ്പെട്ട കേരളത്തിലെ ആളുകളുടെ പണം എടുത്ത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും മരുമോൻ്റെയും മുഖം കാണിക്കാനായിട്ട് ഇത് കേരളം മുഴുവൻ വെച്ചത്. അപ്പോൾ അതല്ലേ ഏറ്റവും വലിയ അഴിമതി? അത് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമല്ലേ? എന്തെങ്കിലും ചെയ്തതിന് ശേഷം നിങ്ങളെ ആരെങ്കിലും ഓർക്കുന്നെങ്കിൽ നല്ലത്. അല്ല, നിങ്ങളുടെ മുഖം കണ്ടേ നിങ്ങളെ ഓർക്കൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോർഡൊക്കെ വെക്കണം, വരച്ചു വെക്കണം, എല്ലാം വേണം. അങ്ങനെ ആയിരിക്കരുത് ഒരു മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എന്തായാലും ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഉത്തരവാദിത്വമൊന്നുമില്ല, എല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയാണ്. ഇനിയുള്ള കഷ്ടപ്പാടുകളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് ഏതാണ്ട് 40 അടി ഉയരത്തിൽ കേട്ടോ, ഏതാണ്ട് 60 അടി വീതിയിൽ ഉള്ള ഭാഗത്ത് മണ്ണിട്ട് പൊക്കിയേക്കാണ്. ഈ ഇത്രയും മണ്ണെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ എത്ര ലോഡെന്ന് പോലും ഊഹിക്കാൻ ഒക്കത്തില്ല. ഇത് മുഴുവൻ ഇനി എടുത്തു മാറ്റി അവിടെ പൊളിച്ചു പണിയണ്ടേ? ഇത് പഞ്ചവടി പാലം എന്ന് നമ്മൾ പണ്ട് പറഞ്ഞ് ആക്ഷേപിച്ചു. ഒരു മന്ത്രി ചെയ്ത പണിയാണല്ലോ പഞ്ചവടി പാലം ഉണ്ടാക്കിയത്, നമ്മൾ കണ്ടതാണ്. അത് ഇടിച്ചേതായാലും വേറെ കൺസ്ട്രക്ട് ചെയ്തു. ബാക്കി തന്നെ നടപടിയൊന്നും മുമ്പോട്ട് പോകുന്നില്ല, വേറെ കാര്യങ്ങളൊന്നും. അതൊന്നും മന്ത്രി വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി, ഒരു കുഴപ്പമില്ല, അത് കാര്യങ്ങളൊക്കെ റെഡിയായി. അതേപോലെ ഇപ്പോൾ ഇനി പഞ്ചവടി പാലമല്ല, പഞ്ചവടി റോഡ് എന്ന് നമുക്കിതിനെ പറയാം. ആ രീതിയിലായി. കാരണം എന്താ, ഇനി ഇത് മുഴുവൻ പൊളിക്കണം. പൊളിച്ചിട്ട്
അടിത്തറ ബലപ്പെടുത്തണം. അടിത്തറ ബലപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, മൂന്നിടത്തൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത് വയലിലൂടെയാണ് ഈ പോകുന്നത്. ഈ റീച്ചുകളിലെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായ പൈലിംഗ് നടത്തണം. പൈലിംഗ് നടത്തി നല്ല ഉറപ്പായിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അതിനി എത്ര നാൾ എടുക്കും? ഈ പാവങ്ങൾ റോഡിലൂടെ കിടന്ന് അനുഭവിച്ച ആളുകളും അയൽക്കാരും ഒക്കെ ഇനി എന്തുമാത്രം കഷ്ടപ്പെടാനുണ്ട്? ഇത് അങ്ങനെ പൈലിംഗ് ഇത് റോഡ് നീക്കം, അവിടുന്ന് ഈ മണ്ണെല്ലാം നീക്കം ചെയ്ത് അത് പൊളിക്കണമെങ്കിൽ പോലും എങ്ങനെയായാലും ശരി ഒരു 6 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൈലിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ പൈലിംഗ് ഒന്നും അല്ല. ഇതിൻ്റെ പൈലിംഗ് നടത്തി വരണമെങ്കിൽ 1 ഇയർ ഏറ്റവും കുറഞ്ഞത് പൈലിങ്ങും പൈൽ ക്യാപ്പിങ്ങും കൂടെ നടക്കാൻ 1 വർഷം എടുക്കും. അപ്പോൾ ഇതും കഴിഞ്ഞ് എന്തായാലും 1.5 വർഷം അതിന് മാത്രം എടുക്കും. പിന്നെ അതിൻ്റെ മേളിൽ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അതുപോലെ തന്നെ അതിന് അപ്രോച്ച് റോഡ് ഇത് എല്ലാം ഉണ്ടാക്കണം. എന്തുമാത്രം കഷ്ടപ്പാടാണ് ആളുകൾക്കെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇനി പണച്ചെലവ് അത് ആ കമ്പനി വഹിക്കേണ്ടതാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അത് തെറ്റ് പറ്റിയെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം പൊളിച്ചു പണിയാതല്ലാതെ വേറെ മാർഗമില്ല. ഇപ്പം ചെയ്യുന്ന പണി എന്താ? ഈ വിടവുണ്ടാകുന്ന സ്ഥലത്തുണ്ടല്ലോ, വേറെ പല ഭാഗങ്ങളിലും വിള്ളൽ വീണിരിക്കുകയാണ്. ഈ വിള്ളൽ അതും വിള്ളൽ എന്നൊക്കെ പറയുന്നത് 400 മീറ്റർ നീളം അതുപോലൊക്കെ ഉള്ള നീളത്തിലുള്ളതാണ് വിള്ളൽ. അതായത് മൊത്തം കൂടി ഇരുത്തിയൊക്കെയാണിത്. അവിടെ ഇത് പണിയാൻ പൈലിംഗ് നടത്തി അതുപോലെ ചെയ്യാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആ പാലം പോലെ ഉള്ള രീതിയിൽ പാലമായിട്ട് പണിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഈ പഞ്ചവടി റോഡ് നമുക്ക് വേണ്ട. ഇത് മാത്രം ഇതിലെങ്ങനെ വിശ്വസിച്ച് പോവും? എനിക്ക് അതിശയം നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി അതിലേക്കൂടെ പാഞ്ഞു പോയെന്നാണ് ഞാൻ കേട്ടത്. അതിൻ്റെ പിറ്റേന്നും കണ്ടാണ് അത്ര ഇതുപോലെ വിള്ളൽ വീണത്. അതിൻ്റെ കാരണം എന്തോന്ന് എനിക്കറിയില്ല. ഒരുപാട് ആളുകളും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. ഏതായാലും ഇപ്പോൾ ആ റോഡിൽ കൂടെ ഞാനൊരു ദിവസം പോയി. ഇനിയിപ്പോൾ ഭയമാണ്. കാരണം എങ്ങനെ വിശ്വസിച്ച് പോകാൻ പറ്റും? കാരണം നമ്മൾ മുമ്പേ അങ്ങോട്ട് നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോൾ മുമ്പിൽ പെട്ടെന്ന് റോഡ് അങ്ങ് ഇടിഞ്ഞ് താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനൊക്കും? അവിടെ കിടന്ന് മരിക്കാനേ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് പോവും കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ വലിയ അപകടങ്ങളാണ് ഇതിൽ പതിയിരിക്കുന്നത്. ജനങ്ങൾക്ക് അതുപോലുള്ള ബുദ്ധിമുട്ടാണ്. അത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് 12,000 കോടി രൂപ 12,000 കോടി രൂപ ഇതിന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചിലവാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണക്ക് അദ്ദേഹം പറഞ്ഞാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കണക്ക് കേട്ടോ. അതൊരു 3ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെടുത്ത് പറഞ്ഞാൽ ചിരി വരുന്ന ഒരു കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. 5,600 കോടി രൂപ സ്ഥലമെടുപ്പിന് വേണ്ടി ചിലവായിട്ടുണ്ട്. അപ്പോൾ അത് ഈ 5,600 കോടി രൂപ ചിലവാക്കിയതുകൊണ്ട് അത് കിഫ്ബി വഴിയാണ് അഴിച്ചേക്കുന്നത്. അപ്പോൾ കിഫ്ബിയുടെ ഇതുപോലുള്ള കിഫ്ബി വാങ്ങുന്ന കടം എന്ന് പറയുന്നത് മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കണക്കാക്കും. അങ്ങനെ കണക്കാക്കി വന്നു കഴിഞ്ഞാൽ ബാക്കി വായ്പ എടുക്കാൻ ഒക്കത്തില്ല. ഇത് വായ്പ എടുത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. വായ്പ എടുത്ത് തിന്നാൻ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പം എല്ലാം ഈ വായ്പയെ വേണ്ട, അല്ലാതെ ഇവിടെ വല്ലതും ഉണ്ടാക്കുന്ന കാര്യം ഒന്നുമല്ല. ഇവിടുത്തെ അഴിമതി നിർത്തുന്നതോ ഇവിടുത്തെ ധൂർത്ത് നിർത്തുന്നതോ അല്ല ചിന്തിക്കുന്നത്. എങ്ങനെ കടം വാങ്ങിച്ച് തിന്നാം എന്നുള്ളതിനെ കുറിച്ചാണ് റിസർച്ച്. അപ്പോൾ ഒരു 6,000 കോടി രൂപ കടം എടുക്കാനുള്ള പരിധി ഉണ്ടെന്നുണ്ടെങ്കിൽ 5,600 കോടി രൂപ ഇതിനു വേണ്ടി കിഫ്ബി എടുത്തല്ലോ, ഈ ഇതിന് സ്ഥലമെടുപ്പിന് വേണ്ടി. ബാക്കി 400 കോടി രൂപയെ കിട്ടത്തുള്ളൂ വായ്പ. അതിൻ്റെ തിന്നാൽ മതി, അതേ നടക്കുള്ളൂ. അപ്പോൾ എന്താണെന്നറിയോ, അങ്ങനെ പറ്റാതെ പോയത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു 6,000 കോടി രൂപയുടെ നഷ്ടം വന്നു. അതായത് കടമെടുക്കാൻ പറ്റാതെ വന്നതുകൊണ്ട്. അപ്പോൾ 5,600 കോടി രൂപ എന്നുള്ളത് അങ്ങ് റൗണ്ട് ചെയ്ത് 6,000 ആക്കി. അതിൻ്റെ കൂടെ പിന്നെ ഒരു 6,000 കൂടെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസത്തിൽ ഒരു 12,000 കോടി രൂപയായി. കൂടുതൽ പറയും. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതല്ലേ തള്ളെന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആഴ്ചയിൽ ഞാൻ പോയി ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ല, ഇതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം ഈ ജില്ലയില്ല, ഒന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇപ്പം റീൽസ് ഇടിയിലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി വല്ല ഇടവഴി എങ്ങാണം നന്നാക്കിയിട്ട് അവിടെ പോയി നിന്ന് റീൽസ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ജനങ്ങളെ ഉണ്ടല്ലോ ഇങ്ങനെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ലേ. ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ പറഞ്ഞ ഓരോ കാര്യങ്ങൾ. ഇത് നിങ്ങളെ എന്തോ വികസനം? സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നതാണ് ഈ കാര്യം.
നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൽ പോയിട്ട് കൈയിട്ട് ഇപ്പോൾ ഒരു നേട്ടം ഉണ്ടാക്കി കളയാം. കാരണം ഇവിടെ ഉള്ള വിവരമില്ലാത്ത ആളുകളെ ഉണ്ടല്ലോ, അവരെ പറ്റിക്കണ്ടേ. അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഏതാണ്ട് ചെയ്തു. റോഡെന്ന് പറയുന്ന വലിയ സ്വപ്നമാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, നശിച്ചതാണ്, പോയി പിന്നെ ഞങ്ങളത് റെഡിയാക്കി എടുത്തു എന്ന് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് തള്ളി മറിച്ച് വിചാരിച്ച് എന്തെന്നറിയാം, ഇതിപ്പം വലിയ റോഡ് അങ്ങോട്ട് കിടക്കുന്നു, പാഞ്ഞു പോകാം, ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ സുഖമാണ്, എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നുള്ളതുപോലെ അങ്ങ് കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇലക്ഷൻ വരുന്ന ഉടനെ ഇതിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് മുഴുവൻ വീണ്ടും ഒരു 20,000, അതായത് ഒരു 20,000 കോടി രൂപയുടെയെങ്കിലും ബോർഡ് വീണ്ടും വെക്കണം. അതാ വേണ്ടി നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ പടം, പിന്നെ അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാൻ കാത്തിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ വകുപ്പിൻ്റെ പടം, ഇതൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ മന്ത്രിമാർ പോലും തമ്മിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവർ നിഷേധിക്കുന്നുണ്ടത് കേട്ടോ. പക്ഷേ എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല. ഈ സംസ്ഥാന റോഡുകളുടെ നിർമ്മാണത്തിൻ്റെ അത് കഴിഞ്ഞതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അതിന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വരും എന്നുള്ളതായിരുന്നു. അദ്ദേഹവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കൂടെ ആയിരുന്നു. അതിനകത്തുനിന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് കിട്ടേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കാണ്. അപ്പോൾ ഏതായാലും MP രാജേഷ് ഇത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ കേൾക്കുന്നത്. എനിക്കറിയില്ല, എന്തായാലും അത് അവരുടെ പാർട്ടി കാര്യമാണ്, അവർ ചെയ്തോട്ടെ. എന്തായാലും മുഖ്യമന്ത്രിക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഇനി വരുന്നില്ല, അതാണ് കാര്യം. പക്ഷെ അസുഖം എന്തോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അസ്വസ്ഥത ഇതാണ്. കാരണം ഈ മരുമോൻ ഇങ്ങനെ അങ്ങോട്ട് കയറാൻ തുടങ്ങി, ആളുകൾ അത് കാലെ പിടിക്കാൻ തുടങ്ങിയ കാര്യം പ്രശ്നമാവും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അസ്വസ്ഥത വരുന്നത് ന്യായമാണ്. അതിന് ഒരു കുറ്റം പറയാൻ ഒക്കത്തില്ല. ഏതായാലും അസ്വസ്ഥത മൂലം അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. ഇനിയിപ്പോൾ ഈ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്താൻ പറ്റി നോക്കിയിരുന്നതാണ്, നടന്നില്ല. അതിനിപ്പോൾ പറയുന്നത് എന്താ, പ്രതിപക്ഷം ഇത് ആഘോഷിക്കുകയെന്ന്. ഇത് പ്രതിപക്ഷം ആഘോഷിക്കുകയൊന്നുമല്ല ഈ കാര്യം, ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. കാര്യം ഈ ഇടിയുന്ന റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൂടെ സഞ്ചരിക്കാൻ പറ്റുമോ മനുഷ്യന്? ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ അതൊരു ഭീഷണിയായിട്ട് നിലനിൽക്കത്തില്ലേ? ഈ സ്ട്രക്ചർ ഒരു നോക്കുകുത്തിയായിട്ട് മാറത്തില്ലേ? അതായിപ്പോകുന്നതിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഈ പണം ആരുടെ ആയാലും പണമല്ലേ പോകുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർക്ക് ഈ പണം ഇതുപോലെ അവർക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അവരെ കോൺട്രാക്ടർ ഒക്കെ ഇത്രയും പണം നഷ്ടപ്പെട്ട ഈ കോൺട്രാക്ടർ എന്താണ്, അത് എങ്ങനെ മുതലാക്കിയെടുക്കാമെന്നുള്ളത് നോക്കും. ഈ കോൺട്രാക്റ്റിലൊക്കെ ഉള്ള ഇടപാടെന്ന് പറഞ്ഞാൽ എന്താ, അതിൽ നിന്ന് വെട്ടുമേനിയുണ്ട് ഇവർക്ക് എല്ലാവർക്കും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അത് ഇനിയും പുതിയതായിട്ട് ഒരു മേച്ചിൽപ്പുറം ഉണ്ടാവാം ആ രീതിയിൽ. ഏതായാലും നമുക്ക് കാണാം, ഈ ഹൈവേ മാമാങ്കം കുറേ നാൾ ഇങ്ങനെ തന്നെ തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.